Okay, we are entering to the third lecture. That's about silicate structures. Silicate structures ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സിലിക്കണും 4 ഓക്സിജൻ ആറ്റവുമുള്ള സിലിക്കൺ ഓക്സിജൻ അല്ലെങ്കിൽ SiO4 ടെട്രാഹെഡ്രൺ. ടെട്രാഹെഡ്രൺ നമ്മൾ ക്രിസ്റ്റലോഗ്രാഫിയിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ 4-phased geometrical form. അതിൻ്റെ 4 കോർണറുകളിൽ ഈ ഓക്സിജൻ ആറ്റം ഉണ്ടാവും. ഇതാണ് ആ ഷേപ്പ് ടെട്രാഹെഡ്രൻ്റെ. 4 കോർണറിൽ 4 ഓക്സിജൻ ആറ്റം, അതിൻ്റെ സെൻറ്ററിൽ സിലിക്കൺ ആറ്റം. അങ്ങനെയാണ്. അപ്പോൾ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലിൽ ഈ 4 ബോൾസ്, റെഡ് കളറിലുള്ള 4 ബോൾസ് ഓക്സിജൻ ആറ്റത്തെയും സെൻറ്ററിലുള്ള ഈ ബ്ലൂ ബോള് ഓക്സിജൻ. ഇതൊരു പിക്ചറൈസേഷനാണ്, ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. സൈസൊന്നും ഇത്രയൊന്നുമില്ല. സോ ഇതാണ് SiO4 tetrahedron form. Tetrahedral form you have seen in crystallography. So this is the basic unit of all silicate structures. So one silicon atom surrounded by 4 oxygen atoms. Then when you go for the electronic configuration നോക്കി കഴിഞ്ഞാൽ ഒരു സിലിക്കൺ ആറ്റം it has got a 4+ and oxygen atom for each one it is 2-. So altogether SiO4 tetrahedron എന്ന് പറയുമ്പോൾ there will be excess of 4 negative charges. അപ്പോൾ ഈ 4 നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ there should be 4+ charges that is added. അപ്പോൾ മാത്രമാണിത് എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആവുകയും ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ മിനറൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ കോമ്പൗണ്ട് ആവുകയും സ്റ്റേബിൾ ആവുകയും ചെയ്യുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ ദാറ്റ് അപ്പോൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് 4 പോസിറ്റീവ് ചാർജസ് ആഡ് ചെയ്യണം. അതിനനുസരിച്ച് എന്ത് ആഡ് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച് യു ആർ ഗെറ്റിംഗ് ന്യൂ മിനറൽസ്. So this is the SiO4 tetrahedron basic unit, and it forms, or that is the basic unit for the most abundant mineral group which is silicates. നമ്മൾ നേരത്തെ കണ്ടു, പ്രസ്റ്റിൻ്റെ കാര്യത്തിലായാലും മാൻറ്റലിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സിലിക്കൺ ഓക്സിജൻ ഏറ്റവും കൂടുതലായി വരുന്നത് സിലിക്കേറ്റ് സ്ട്രക്ചറാണ് അതിൻ്റെ കാരണം. അതിലേറ്റവും ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ഓരോ ടെട്രാഹെഡ്രൺ വേറെ നിൽക്കുന്ന നീസോ സിലിക്കേറ്റ്സ് ആണ്. നീസോ എന്ന് പറഞ്ഞാൽ ഐലൻഡ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ടെട്രാഹെഡ്രൺസ് ആണ്. അപ്പോൾ അതിൽ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണ്. ഓക്കെ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട മിനറൽ ഗ്രൂപ്പ് ഈ SiO4 നീസോ സിലിക്കേറ്റ് ടെട്രാഹെഡ്രണിൽ വരുന്നത് ഒലിവിനുണ്ട്. നമുക്കറിയാം Mg2SiO4 ഫോസ്ട്രൈറ്റ് ഒലിവിനാണ്. അതായത് അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ SiO4 ടെട്രാഹെഡ്രൻ്റെ 4- ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 Mg ആറ്റംസ് ആഡ് ചെയ്യപ്പെടുകയാണ്. Mg we know that it is 2+ cations with 2 positive charges ആണ്, ഡൈവാലന്റ് cations ആണ്. സോ Mg2SiO4 അപ്പോൾ അത് ന്യൂട്രലൈസ്ഡ് ആയി. അതല്ലെങ്കിൽ Fe2SiO4 അപ്പോൾ അത് ന്യൂട്രലായി. അങ്ങനത്തെ അതാണ് ഒലിവിൻ സീരീസ് ഓഫ് മിനറൽസ്. നമ്മൾ വി വിൽ ബി സീയിങ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. വേറൊന്നും ഗാർനെറ്റാണ്. Mg3Fe2SiO4 ത്രൈസ്. പിന്നെന്നുള്ള അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്, നമ്മുടെ കയനൈറ്റ്, സിലിമണൈറ്റ്, ആൻഡലൂസൈറ്റ്, ആ ഗ്രൂപ്പ് ഓഫ് മിനറൽസ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീസോ സിലിക്കേറ്റ് സ്ട്രക്ചർ കാണിക്കുന്ന മിനറൽസ്. ഇനി ഇതെല്ലാം ഇപ്പോഴും SiO4 ടെട്രാഹെഡ്രൺ സെപ്പറേറ്റ് ആയിട്ടാവില്ല. 2 SiO4 ടെട്രാഹെഡ്രൺ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ ആറ്റത്തിനെ അതൊരു ഷെയർ ചെയ്യും. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു Si2O7 ഗ്രൂപ്പാണ്. ഇതൊരു SiO4 ടെട്രാഹെഡ്രൺ ആണ്, 4 ഓക്സിജൻ ആറ്റും ഒരു സിലിക്കൺ ആറ്റും. ഇത് വേറൊരു SiO4 ടെട്രാഹെഡ്രൺ ആണ്, 4 ഓക്സിജൻ ആറ്റും ഒരു സിലിക്കൺ ആറ്റും. പക്ഷെ എന്തുണ്ടായിട്ടെന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ ആറ്റം ഇത് 2 SiO4 ടെട്രാഹെഡ്രൺ ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് ഇതിന് ഗ്രൂപ്പ് സിലിക്കേറ്റ്സ് എന്ന അർത്ഥത്തിൽ സോറോ സിലിക്കേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എപ്പിഡോട്ട് മിനറലാണ്. എപ്പിഡോട്ട് മിനറൽ അതുപോലെ ആ ഗ്രൂപ്പിൽ വരുന്ന സോയ്സൈറ്റ്, ക്ലൈനോസോയ്സൈറ്റ്, പീമണ്ടൈറ്റ്, അല്ലനൈറ്റ് എന്നൊക്കെ പറയുന്ന ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റു മിനറൽസ്. അപ്പോൾ ഇതിൽ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാവും? ഈ അനുപാതം 2:7 അല്ലെങ്കിൽ 2:7 ആണ്. നീസോ സിലിക്കേറ്റ്സിൽ ഇറ്റ് വാസ് 1:4. ഒരു ഓക്സിജൻ ആറ്റത്തിന് ഒട്ടും കുറവില്ലാതെ ഒരു സിലിക്കൺ ആറ്റത്തിന് ഒട്ടും കുറവില്ലാത്ത രൂപത്തിൽ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇവിടെ ആകുമ്പോഴേക്കും അത് 2 സിലിക്കൺ ആറ്റത്തിന്, അത് നീസോ സിലിക്കേറ്റ് സ്ട്രക്ചർ തന്നെ ആയിരുന്നെങ്കിൽ 8 ഓക്സിജൻ ആറ്റം വേണം. ഇവിടെ 1 ഷെയർ ചെയ്യുന്നത് കൊണ്ട് 2 സിലിക്കൺ ആറ്റത്തിന് 7 ഓക്സിജൻ ആറ്റമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് സോറോ സിലിക്കേറ്റ്സ്. അടുത്ത സ്ട്രക്ചർ സൈക്ലോ സിലിക്കേറ്റ് ആണ്. സൈക്ലോ എന്ന് പറഞ്ഞാൽ അത് റിംഗ് സ്ട്രക്ചറാണ്.
ഒരു വൃത്തമായിട്ട് അത് ഫോം ചെയ്യാനാണ് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്ത് ചെയ്യുന്നു വെച്ചാൽ 4 ഓക്സിജൻ ആറ്റം ഉള്ളതിൽ 2 എണ്ണവും അടുത്ത് നിൽക്കുന്ന ടെട്രാഹെഡ്രനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടെട്രാഹെഡ്രനും എടുത്തു കഴിഞ്ഞാൽ ഈ ടെട്രാഹെഡ്രൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഓക്സിജൻ ആറ്റം ദിസ് ഇസ് ഷെയർഡ് വിത്ത് ദിസ് വൺ, ഈ ഓക്സിജൻ ആറ്റം ഇറ്റ് ഇസ് ഷെയർഡ് വിത്ത് ദിസ് ടെട്രാഹെഡ്രൻ. ഈ ടെട്രാഹെഡ്രൻ ആണെങ്കിൽ ദിസ് ഓക്സിജൻ ആറ്റം ഇസ് ഷെയർഡ് വിത്ത് ദിസ് വൺ ഇസ് ഷെയർഡ് വിത്ത് ദിസ് വൺ. അങ്ങനെയാകുമ്പോൾ ഇത് റിംഗ് ആയിട്ടാണ് കിട്ടുക. അത് 3 മെമ്പേർഡ് റിങ്, 6 മെമ്പേർഡ് റിങ് അങ്ങനെ പോകും. ഇതിപ്പോൾ ഒരു 6 ടെട്രാഹെഡ്രനാണ്. 1 2 3 4 5 6 6 മെമ്പേർഡ് റിംഗ് ആണ് ഇത്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എത്ര കാറ്റയോൺസ് ആണോ ആഡ് ചെയ്ത് ന്യൂട്രലൈസ് ആവുക അത്രയും കാറ്റയോൺസ് ആഡ് ചെയ്യപ്പെടുന്നു. വി ആർ ഗെറ്റിംഗ് ബ്യൂട്ടിഫുൾ മിനറൽ സ്ട്രക്ചർ വിത്ത് ദാറ്റ് ബ്യൂട്ടിഫുൾ മിനറൽസ്. അപ്പോൾ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ ഇൻ സൈക്ലോസിലിക്കേറ്റ്സ് ഓർ that is the silicon oxygen ratio is 1:3. 1:3 in cyclosilicates. Cyclo means ring. Cyclosilicates or ring silicates. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന സൈക്ലോസിലിക്കേറ്റ് സ്ട്രക്ചർ കാണിക്കുന്ന മിനറൽസ് ഒന്ന് ബെറിലാണ്, വിച്ച് ഈസ് ജെമറൈറ്റ് ഈസ് ഓൾസോ ദെയർ. പിന്നെ ഒന്ന് ടൂർമലിനാണ്, വേറെ ഒന്ന് കോർഡിറൈറ്റ് ആണ്. So beryl, tourmaline, cordierite. These are the minerals. In detail, we will see them, their properties, their color, their different properties, their gem properties, gemerite, everything. So they are all coming under this cyclosilicates. Then, what we have seen so far is the silicates classified on the basis of silicon oxygen polymerism. That is independent tetrahedra. When it is SiO4 tetrahedron, 4 SiO4 4-, we have nesosilicates. In the udaharanam olivine garnet. Then Si2O7 6-, double tetrahedra or sorosilicates or its group silicates. Example lawsonite, pimandite, allanite, epidote group of minerals. This is the one cyclosilicates. This N stands for 1, 3, 4, 6. That much membered. How many members are there? Atra member no, atra membered ring. 3 membered ring, 4 membered ring, 6 membered ring. Then we have to beryl. Be3Al2. Beryllium aluminium silicate. Be3Al2 Si6O18 ആണ് അതിൻ്റെ കോമ്പോസിഷൻ. വേറൊന്ന് ആക്സിനൈറ്റ് ആണ്, വേറൊന്ന് ബെനിറ്റോയിറ്റ് ആണ്. മെനി മിനറൽസ് ആർ there. വേറൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് സ്ട്രക്ചർ ഇസ് സിംഗിൾ ചെയിൻ സ്ട്രക്ചർ. അയനോസിലിക്കേറ്റ്സ് സിംഗിൾ ചെയിൻ. റിംഗ് ആവുന്നതിന് പകരം ഒരു ടെട്രാഹെഡ്രൻ ഒരു മാല പോലെയിട്ട് ചെയിനായിട്ട് പോവുക. സോ ദിസ് ഇസ് സിംഗിൾ ചെയിൻ സ്ട്രക്ചർ. അയനോ മീൻസ് ചെയിൻ. അയനോസിലിക്കേറ്റ് സിംഗിൾ ചെയിൻ സ്ട്രക്ചർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽ എന്ന് പറയുന്നത് പൈറോക്സിൻ ഫാമിലി ഓഫ് മിനറൽസ് ആണ്. പൈറോക്സിനോയിഡ്സ് ഇതൊക്കെ വരുന്നത് അയനോസിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 1:3 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടെട്രാഹെഡ്രൻ എടുക്കുകയാണെങ്കിൽ this tetrahedron is sharing 1 oxygen atom with this tetrahedron, this oxygen atom with this tetrahedron. So 2 of the 4 oxygen atoms 4 2 ഷെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. സിലിക്കൺ ഓക്സിജൻ റേഷ്യോ 1:3. Silicon oxygen anosilicates single chain structure. So 2 of the 4 oxygen atoms are shared with adjacent tetrahedron. In the same anosilicates or the chain silicates are occurring in double chain structure also, or they are showing silicon oxygen ratio is 4:11. And how they share, you can see here. When we consider this tetrahedron 1, 2 and 3. 3 of the 4 oxygen atoms are shared with adjacent tetrahedron. But when you consider this tetrahedron 1, 2, only 2 of the 4 oxygen atoms are shared. Okay, so that means alternatively the tetrahedrons are sharing 2 and 3 oxygen atoms with adjacent tetrahedron. ഇങ്ങനെ ഇടവിട്ടിട്ട് ഒരു ടെട്രാഹെഡ്രൻ 2 ഓക്സിജൻ ഷെയർ ചെയ്താൽ അടുത്ത ടെട്രാഹെഡ്രൻ 3 ഓക്സിജൻ ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ചെയിൻ സ്ട്രക്ചർ വരുന്നത്. ഇതെങ്ങനെയാ വെച്ചാൽ ഇതൊരു സിംഗിൾ ചെയിൻ സ്ട്രക്ചറാണ്, ഇതൊരു സിംഗിൾ ചെയിൻ സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ കണ്ട അയനോസിലിക്കേറ്റ് സിംഗിൾ ചെയിൻ, നമ്മുടെ അയനോസിലിക്കേറ്റ് സിംഗിൾ ചെയിൻ, പൈറോക്സിൻ ഗ്രൂപ്പ് ഒക്കെ തന്നെ സെപ്പറേറ്റ് ആണ്. ഇത് രണ്ടെണ്ണം അടുത്ത് വരുന്ന സമയത്ത് ദേ ആർ ഷെയറിംഗ് വിത്ത് ഈച്ച് വൺ. സോ വി ആർ ഗെറ്റിംഗ് ദിസ് ഇസ് നോട്ട് എ റിംഗ് സ്ട്രക്ചർ, ദിസ് ഇസ് ദ ഡബിൾ ചെയിൻ സ്ട്രക്ചർ ആക്ച്വലി. So the important mineral group that is showing the anosilicated double chain structure is the amphiboles, hornblende, tremolite, actinolite group. അതൊക്കെ
മിനറൽസ് ഒക്കെ തന്നെ അയനോസിലിക്കേറ്റ് ഡബിൾ ചെയിൻ സ്ട്രക്ചറാണ്. സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 4:11 ആണ്. ഡബിൾ ചെയിൻ ആണ്. ആംഫിബോൾ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽ ഗ്രൂപ്പ്. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. പൈറോക്സിൻസ്, it is pyroxenes, not trioxenes. The problem is there. This I have taken from the net only. It's not my picture. So all these pictures what you are seeing here, that has been borrowed from the internet. So this is inosilicates, single chain and double chain. Okay, both are same. This is ball and stick model. Here the tetrahedral form il kaanichittundu മാത്രമേ. And next one is the phyllosilicates. Phyllo means leaf or sheet. Phyllosilicates. Phyllo means leaf. The phyllosilicates അറിയപ്പെടുന്നത് ഒന്നുകിൽ ലീഫ് സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഷീറ്റ് സ്ട്രക്ചർ ആയിട്ടാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ കാണിക്കുന്ന ഏറ്റവും നന്നായിട്ട് ഈ സ്ട്രക്ചർ കാണിക്കുന്ന ഒരു മിനറൽ മൈക്കയാണ്. മൈക്ക ഗ്രൂപ്പ് ഓഫ് മിനറൽസ് ഒക്കെ തന്നെ നമുക്ക് ഷീറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, ഷീറ്റ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 4:10 ആണ്. അതെന്തെങ്കിലും വെച്ചാൽ 4 ഓക്സിജനിൽ 3 എണ്ണവും ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ നമ്മളിതിൽ ഇത് കംപ്ലീറ്റ് അല്ലാതെ ഇങ്ങനെ ഷീറ്റായിട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതിൽ ഏത് ടെട്രാഹെഡ്രൺ പരിശോധിച്ചാലും എന്തുണ്ട്, ദാറ്റ് ഈസ് അതിൻ്റെ 3 ഓക്സിജൻ ആറ്റം ഷെയർ. അപ്പോൾ ഇതെടുത്താൽ ഇവിടെ ഇതുകൊണ്ട് നിൽക്കുന്നില്ല, ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതുകൊണ്ട് ഏത് ടെട്രാഹെഡ്രൺ എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ 4-ൽ 3 എണ്ണം ഷെയർ ചെയ്ത് പോകും. അപ്പോൾ സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 4:10 ആണ്. നേരത്തെ ആംഫിബോളിൽ നമ്മൾ കണ്ടു ഇറ്റ് വാസ് 4:11. ദിസ് ഈസ് 4:10. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളായിട്ട് കാണുന്നത് മൈക്ക ഫാമിലി ഓഫ് മിനറൽസ് ആണ്. ബയോടൈറ്റ്, മസ്കോവൈറ്റ്, ലെപ്പിഡോളൈറ്റ് അങ്ങനെ വരുന്ന മിനറൽസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലും ഇതിൻ്റെ ടെട്രാഹെഡ്രൽ ഫോം കമ്പൈൻ ചെയ്തുള്ള മോഡലും. അതുപോലെ ഇതിൽ വേറൊരു മിനറൽ തീർച്ചയായിട്ടും മൈക്ക, അതുപോലെ ടാൽക്ക് ഒരു പരിധി വരെ, ക്ലേ മിനറൽസ്, ടർപ്പൻറ്റൈൻ, ഇതൊക്കെയാണ് ഇങ്ങനെ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ കാണിക്കുന്ന ഫില്ലോസിലിക്കേറ്റ് മിനറൽസ്. ടെക്ടോസിലിക്കേറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും അബൻഡൻ്റ് ആയി കാണുന്ന മിനറലായിട്ടുള്ള ക്വാർട്സ്, അതുപോലെ ഫെൽസ്പാർ, ഇതൊക്കെ തന്നെ കാണിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെക്ടോസിലിക്കേറ്റ്സ്. ടെക്ടോസിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിം വർക്കാണ്. ടെക്ടോ മീൻസ് ഫ്രെയിം വർക്ക്, 3-dimensional ഫ്രെയിം വർക്ക് ആയിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓൾ ദ 4 ഓക്സിജൻ ആറ്റംസ് ആർ ഷെയ്ഡ് വിത്ത് അഡ്ജസൻറ്റ് ടെട്രാഹെഡ്രൺ. നമ്മൾ കണ്ടു ഷീറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു 2-dimensional സ്ട്രക്ചർ വന്നപ്പോഴേക്കും 3 of the 4 ഓക്സിജൻ ആറ്റം വർ ഷെയ്ഡ്. ഇത് 3D ആണ്. 3D ഇതിലാകുമ്പോഴേക്കും all the 4 oxygen atoms are shared and then the silicon oxygen ratio is 1:2. So 1:2 ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള composition ഉള്ള മിനറൽ എന്ന് പറയുന്നത് that is quartz, which has got the composition SiO2. So that is the mineral, and we have other feldspar minerals. Similarly, NaAl Si3O8. It should have been Si4O8, but what happened is one silicon atom is replaced by silicon and potassium. Silicon has got, sorry, not silicon, but aluminium and potassium or sodium like that. So NaAl Si3O8. Silicon oxygen ratio is the same, but instead of one silicon atom, we are getting silicon has got a tetravalency, tetra 4+. Instead of that, it is replaced by one Al3, 3+, trivalent cation aluminium, and one monovalent cation sodium. So we have got a mineral which is called as albite. Okay, and in the same way, if instead of sodium, if it is potassium, sodium where potassium ആണെങ്കിൽ ആ mineral, it is again another mineral KAl Si3O8. Again, SiO2 സിലിക്കൺ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം 1:2 തന്നെയാണ്. പക്ഷെ ഒരു സിലിക്കൺ ആറ്റത്തിന് പകരം ഒരു ട്രൈവാലൻറ്റും ഒരു മോണോവാലൻറ്റും. അപ്പോൾ KAl Si3O8. ഇങ്ങനെയാണ് ടെക്ടോസിലിക്കേറ്റ് ഫോം ചെയ്യുന്നത്. ടെക്ടോസിലിക്കേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ 3D ഫോർമാറ്റ് ഇതാണ് ടെക്ടോസിലിക്കേറ്റ്സ്. ക്വാർട്സ്, ഫെൽസ്പാർ മിനറൽസ് ഒക്കെ തന്നെ ടെക്ടോസിലിക്കേറ്റ്സ് ആണ്. ഇതാണ് ഏറ്റവും ബ്രീഫായിട്ട് ബട്ട് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ് സിലിക്കേറ്റ് സ്ട്രക്ചേഴ്സ്. So far we have seen nesosilicate, sorosilicate, cyclosilicates, ionosilicates single chain, ionosilicates double chain, phyllosilicates and tectosilicates. And the reference, as I told you earlier, is Dexter Perkins Mineralogy or Introduction to Mineralogy by William D. Nestle. So thank you for watching this lecture.